ഹായ് എവരിവൺ. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ LP-UP സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി LP-UP സിലബസുമായി ബന്ധപ്പെട്ട ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ്. ശേഷം കേരള നവോത്ഥാനം നമ്മൾ ആരംഭിച്ചു. അതിലൊരു 3 ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സസ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇന്നത്തെ നമ്മുടെ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിലെന്ന് പറയുന്നതിൽ തിരുവിതാംകൂറിലെ മലയാളി മെമ്മോറിയൽ ആണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള തിരുവിതാംകൂറിലെ യുവാക്കളെ തഴഞ്ഞിട്ട് പരദേശത്തുള്ള, അതായത് തമിഴ്നാട് കർണാടക ഏരിയയിലെ ഒരു വിഭാഗത്തിന് മാത്രം രാജകീയ സർവീസിൽ ഉന്നത ഉദ്യോഗം നൽകിയതിനെ തുടർന്ന് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ നാനാജാതിയിൽപ്പെട്ട ആൾക്കാർ അന്നത്തെ രാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനായിരുന്നു. ഈ ഒരു നിവേദനത്തിൽ ഒപ്പിട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 10,028. എത്രയാണ്? 10,028. സമർപ്പിച്ചത് ഏത് രാജാവിനായിരുന്നു? ശ്രീമൂലം തിരുനാൾ. മലയാളി മെമ്മോറിയലിൻ്റെ മറ്റൊരു പേരാണ് ട്രാവൻകൂർ മെമ്മോറിയൽ. എന്തായിരുന്നു? ട്രാവൻകൂർ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത് 1891 ജനുവരി 1-നാണ്. എന്നാണ് 1891 ജനുവരി 1-ന്. ഈ ഒരു മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള. ആദ്യമായി മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. നമ്മൾ പറഞ്ഞു 10,028 പേർ ഒപ്പുവെച്ചു. അതിൽ ആദ്യം ഒപ്പുവെച്ചത് ആരാണ്? KP ശങ്കരമേനോൻ. രണ്ടാമതായി ഒപ്പുവെച്ചതാണ് ഇതിന് നേതൃത്വം നൽകിയ ബാരിസ്റ്റർ GP പിള്ള. മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പുവാണ്. അതായത് ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ, രണ്ടാമതായി ഒപ്പുവെച്ചത് ബാരിസ്റ്റർ GP പിള്ള, മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു. ആ സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു ശ്രീമൂലം തിരുനാൾ. ആരാണ്? ശ്രീമൂലം തിരുനാൾ. ആ സമയത്തെ ദിവാനായിരുന്നു T രാമറാവു. ആരായിരുന്നു? T രാമറാവു. തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം. എന്താണ്? തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലിൻ്റെ ചർച്ചകൾക്ക് വേദിയായ സ്ഥലമാണ് കോട്ടയം പബ്ലിക് ലൈബ്രറി. മലയാളി മെമ്മോറിയൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് പ്രമുഖ സാഹിത്യകാരനായ CV രാമൻപിള്ള ആയിരുന്നു. മലയാളി മെമ്മോറിയലിൻ്റെ നിയമ ഉപദേശകൻ എന്ന് പറയുന്ന വ്യക്തി എഡ്ലി നോർട്ടൺ. ആരാണ്? എഡ്ലി നോർട്ടൺ. അപ്പോൾ നമ്മുടെ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? തമിഴ് ബ്രാഹ്മണരുടെ ആധിപത്യം അവസാനിപ്പിച്ച് വിദ്യാസമ്പന്നരായ തിരുവിതാംകൂറുകാർക്ക് സർക്കാർ സംവരണം നൽകുന്നതിന് വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു എതിർ മെമ്മോറിയലും ഉണ്ടായി. എതിർ മെമ്മോറിയൽ നടന്നത് 1891 ജൂൺ 3. എന്നാണ്? 1891 ജൂൺ 3-നാണ്. എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ചെങ്കോട്ട രാമയ്യർ. 1891 ജൂലൈ 3-ന് വിശദീകരണ മെമ്മോറിയലും ഉണ്ടായി. 1891 ജൂലൈ 3-ന്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് മലയാളി മെമ്മോറിയലിൻ്റെ ഉപജ്ഞാതാവെന്ന് വിളിക്കുന്നതും ബാരിസ്റ്റർ GP പിള്ള തന്നെയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയും നമ്മൾ പറഞ്ഞ ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് CV രാമൻ പിള്ള.
മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് മിതഭാഷി. ഏതാണ്? മിതഭാഷി. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ എഴുതിയ കൃതിയാണ് വിദേശീയ മേധാവിത്വം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എടുത്തത് ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് മലയാളി മെമ്മോറിയൽ എന്തിനു വേണ്ടി നടന്നു, എത്ര പേർ ഒപ്പിട്ടു, ആർക്ക് നമ്മൾ സമർപ്പിച്ചു, അതുപോലെ തന്നെ അന്നത്തെ ഒപ്പിട്ട ആൾക്കാരുടെ ക്രമം, ആരൊക്കെയാണ് അവർ, മലയാളി മെമ്മോറിയൽ സമയത്തെ ദിവാൻ ആരായിരുന്നു, എതിർ മെമ്മോറിയലിൻ്റെ വർഷം, അതിന് നേതൃത്വം നൽകിയ വ്യക്തി, ഇതൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്